അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ആ പാർട്ടിയാണ് അവരുടെ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഓരോ MLA മാരെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ആരെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ചർച്ചകളാണ് ഹൈക്കമാൻഡ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കോൺഗ്രസിൻ്റെ ഈ തർക്കം ശരിക്കും UDF പ്രേമികളെ നിരാശപ്പെടുത്തുന്നു. ഇതാണ് എക്കാലത്തെയും കോൺഗ്രസിൻ്റെ പ്രശ്നം. പ്രവർത്തന മികവോടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി അവസാന നിമിഷം ഗ്രൂപ്പിസം കളിച്ച് എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് പണ്ട് മുതൽക്കേ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിജയിക്കാൻ കാരണം തന്നെ പിണറായി വിരോധം മാത്രമാണ്. ഇത്രയും വൈകുന്നത് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഖേദകരം തന്നെയാണ്. ഈ പാർട്ടിയാണ് നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ കൂടി ഇത്രയും വൈകുന്നത് ഖേദകരം തന്നെയാണ്. ഇവിടെ ഇപ്പം 3 പേരാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. ഇവർ 3 പേരും അവരുടെ പ്രവർത്തനം മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ തന്നെയാണ്. ഈ തർക്കങ്ങൾ UDF പ്രേമികൾക്കും അണികൾക്കും ആത്മവിശ്വാസം ചോർത്തുന്ന കാര്യം തന്നെയാണ്. 52 പേരുടെ MLA മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണെന്ന് പറയുന്നു. അദ്ദേഹം മത്സരിച്ചിട്ടില്ല. MLA മാരുടെ പിന്തുണയാണോ, സീനിയോറിറ്റിയാണോ, പ്രവർത്തന മികവാണോ, എന്താണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ മാനദണ്ഡം എന്ന് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിച്ചതും പ്രവർത്തകരുടെ ഇടയിൽ കാര്യക്ഷമമായി നിന്നിട്ടുള്ളതും VD സതീശനാണെന്ന് പറയുന്നു. 10 വർഷം MLA ആയി നിന്നതും ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതും VD സതീശനാണെന്നും അതുകൊണ്ട് തന്നെ അണികൾക്കും പ്രവർത്തകർക്കും VD സതീശനോടാണ് താല്പര്യമെന്നും പറയുന്നു. കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്ത് കോൺഫിഡൻസോട് കൂടി കോർഡിനേറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ മുൻപോട്ട് കൊണ്ടുപോയത് VD സതീശനാണെന്നും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും VD സതീശന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പിന്തുണ VD സതീശന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം VD സതീശൻ കുറച്ച് കണിശക്കാരനാണെന്നുള്ളതും അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും VD സതീശന് അവർ പിന്തുണയ്ക്കും എന്ന് തോന്നുന്നില്ല. KCക്കാണ് ഷാഫിയുടെ പിന്തുണ എന്നാണ് പറയപ്പെടുന്നത്. KC ഇത്രയും കാലം കേരളത്തിലില്ലാതെ പൊതുവായിട്ട് പ്രവർത്തന മേഖലയിലായിരിക്കെ പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രിയാകുന്നതിനോട് പ്രവർത്തകർക്കും MLA മാർക്കും എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. KC വേണുഗോപാലാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ വരികയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. VD സതീശന് MLA മാരുടെ പിന്തുണ കുറയാൻ കാരണം ഭയങ്കര കടുംപിടുത്തക്കാരനാണ് എന്നുള്ളതാണ്. ആ കടുംപിടുത്തമാണ് ഇത്രയും തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം ലഭിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് സീനിയോറിറ്റി ഉണ്ടെങ്കിലും വെള്ളാപ്പള്ളിയുടെയും നായർ സമുദായത്തിൻ്റെയും പിന്തുണ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ആരായാലും ഇത്തവണയും ഒരു മുൻകാലങ്ങളെ പോലെ തന്നെ ഒരു ഗ്രൂപ്പിസം കളിച്ച് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, കരുണാകരൻ ഗ്രൂപ്പ്, ആൻ്റണി ഗ്രൂപ്പ് എന്നുള്ള പോലെ AI ഗ്രൂപ്പുകൾ ഉണ്ടായ പോലെ തന്നെ ഇനിയും മുൻപോട്ടും ഇതേപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാകാനാണ് സാധ്യത കാണുന്നത്. അവസാനം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ് എന്നിരിക്കെ MLA മാരുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പെട്ടെന്ന് നിശ്ചയിക്കുന്നതായിരിക്കും കോൺഗ്രസിന് നന്നാവുക. ഇല്ലെങ്കിൽ അണികളിൽ അമർഷം ഉടലെടുക്കാനും അത് കോൺഗ്രസിന് ദോഷമായി ഭവിക്കാനും സാധ്യതയുണ്ട്.